Hi all, here we will discuss sequences of real numbers. For that, first we will see what is a sequence. ഒരു സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. Formally speaking, it is list of infinite numbers. ഇൻഫിനിറ്റ് നമ്പേഴ്സിന്റെ ഒരു ലിസ്റ്റിനെയാണ് സീക്വൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 1, 2, 3 എക്സെട്ര ഇതൊരു സീക്വൻസ് ആണ്. അല്ലെങ്കിൽ 1, 3, 5, 7 എക്സെട്ര ഓർ 2, 4, 6, 8 ഈവൺ നമ്പേഴ്സിന്റെ സീക്വൻസ് എക്സെട്ര. ഇതൊക്കെ സീക്വൻസുകളാണ്. സീക്വൻസിനെ നമുക്ക് ഡെഫിനിഷൻ ഫോമിൽ പറയുകയാണെങ്കിൽ sequence is a function A whose domain is set of natural numbers and its range is a subset of real number is called an infinite sequence of real numbers, or this is called a real sequence. ഇതിലെ natural numbers complete ആയിട്ട് വരണമെന്നില്ല. Domain can be set of all integers n greater than or equal to some number. അതായത് n നോട്ടിനെ ഇപ്പൊ ഞാൻ 5 എന്ന് എടുക്കുകയാണെങ്കിൽ n greater than or equal to 5 ഇങ്ങനെ അയാളുടെ ഡൊമൈൻ വരാം. എയുടെ ഡൊമൈൻ n greater than or equal to 5 ആയിട്ടുള്ള ആൾക്കാർ ആൻഡ് ദ ഇമേജ് ഇൻ ടു r ഇങ്ങനെയും വരാം. ദാറ്റ് മീൻസ് സീക്വൻസ് ഈസ് ആക്ച്വലി എ കറസ്പോണ്ടൻസ് വിത്ത് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സും ആയിട്ടുള്ള ഒരു കറസ്പോണ്ടൻസ് ആണ് ഇവിടെ പറയുന്നത്. അതായത് എ ഓഫ് എൻ ആണ് സീക്വൻസിനെ നമ്മൾ ജനറലി ഡിനോട്ട് ചെയ്യുന്നത്. ഇമേജിനെ എ ഓഫ് എൻ, എ ഓഫ് എൻ എഴുതാറുണ്ട്, എ എൻ എഴുതാറുണ്ട്. ആൻഡ് ദിസ് ഈസ് കോൾഡ് ദി nth ടേം ഓഫ് ദ സീക്വൻസ്. സീക്വൻസിന്റെ nth ടേമിനെയാണ് എ ഓഫ് എൻ എന്ന് പറയുന്നത്. അപ്പൊ സീക്വൻസിനെ നൊട്ടേറ്റ് ചെയ്യണത് സീക്വൻസ് എ എൻ, ഇങ്ങനെ സെറ്റിനകത്ത് സീക്വൻസ് എ എൻ, ഓർ വി ഡിനോട്ട് ഇറ്റ് ആസ് എ എൻ വേർ എൻ ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ, ഓർ സിംപ്ലി എ എൻ ഇൻ ദ ബ്രാക്കറ്റ്. ഇതൊക്കെയാണ് എന്ത് സീക്വൻസിന്റെ നൊട്ടേഷൻ. ഇനി നമുക്ക് സീക്വൻസിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. First one, consider the sequence 1, 2, 3, etc. So this is a sequence of natural numbers. ഇവിടെ എന്തായിരിക്കും ഫംഗ്ഷൻ? a is from n to r ആയിരിക്കും, with a of n is n. ശരിയല്ലേ? For all n in n. അതായത് ഫസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസിന് നമ്മൾ എന്താ എഴുതുക? ഫസ്റ്റ് ടേം of the sequence is a of 1. അതെന്താ വരിക? a of 1 is 1 because a of n ആണ് ഇവിടെ. So this is the first term. Second term എന്തായിരിക്കും? Second term of the sequence will be a of 2. a of 2 എന്താ വരിക? 2. ഇതാണ് സെക്കൻഡ് ടേം ഓഫ് ദ സീക്വൻസ്. 100th ടേം എന്തായിരിക്കും ഈ സീക്വൻസിന്റെ? a of 100. ദിസ് ഈസ് ഈക്വൽ ടു 100 itself. ശരിയല്ലേ? ഇനി ഇതേ സീക്വൻസിനെ ഞാനൊന്ന് മാറ്റി. എക്സാമ്പിൾ 2 ഐ ആം ഗിവിംഗ് ഇറ്റ് ആസ് 2, 3, 4, 5 എക്സെട്ര. ഇവിടെ നമുക്ക് സീക്വൻസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? a ഫ്രം n to r by a of n equal to n plus 1 for all n in n. ശരിയല്ലേ? അപ്പൊ ഫസ്റ്റ് ടേം ഇവിടെ എന്താ വരിക? a of 1, that will be 1 plus 1, 2. ശരിയല്ലേ? ഫസ്റ്റ് ടേം സീക്വൻസിന്റെ 2 ആണ്. സെക്കൻഡ് ടേം എന്തായിരിക്കും? a of 2, that will be 2 plus 1, that will give you 3. ഇതായിരിക്കും സീക്വൻസിന്റെ തേർഡ് ടേം. So this is an example of another sequence. Now consider this sequence 2, 4, 6, 8, etc. So this is a sequence of even numbers
and we can define A as from n to r by A of n as 2n for all n in n. So what is first term of the sequence A1, that is 2. Second term of the sequence is A2, that is 4. Likewise, what will be the 50th term of the sequence? That will be 2 into 50, that will give you 100. So all these are examples of a sequences. Next, consider this sequence 3, 3, 3, etc. ഈ സീക്വൻസ് എന്താണ്? എല്ലാ ടേമും 3 ആണ്. ഈ സീക്വൻസിനെ പറയുന്ന പേരാണ് കോൺസ്റ്റന്റ് സീക്വൻസ്. ആൻഡ് ദിസ് ഈസ് ഡിനോട്ടഡ് ബൈ എ ഓഫ് എൻ ഈക്വൽ ടു എന്ത് തന്നെ ആയിരിക്കും? 3 ആണ്. നിങ്ങൾ ഏത് n കൊടുത്താലും, A1 കൊടുത്താലും 3 ആണ്, A2 കൊടുത്താലും, സെക്കൻഡ് ടേം കൊടുത്താലും 3 ആണ്, എക്സെട്ര ഏത് ടേം കൊടുത്താലും 3 ആണ്. ആൻഡ് ദിസ് സീക്വൻസ് ഈസ് കോൾഡ് എ കോൺസ്റ്റന്റ് സീക്വൻസ്. ക്ലിയർ? സോ ഇതാണ് സീക്വൻസിന്റെ കൺസെപ്റ്റ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിൽ സീക്വൻസ് ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ 1 -1 1 -1 1 -1 ഇൻഫിനിറ്റ് ആയി പോണെന്ന് മാത്രമേ ഉള്ളൂ. സോ ഇതൊരു സീക്വൻസ് ആണ്. ഈ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം എന്താണ്? 1 ആണ്. സെക്കൻഡ് ടേം എന്താണ്? -1 ആണ്. തേർഡ് ടേം അഗെയിൻ 1 ആണ്. സോ ഈ സീക്വൻസിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? A of n ഈക്വൽ ടു 2 ആയിട്ട് ഡിഫൈൻ ചെയ്യാം. 1 ആണ് എപ്പോ? when n is odd. അതായത് A of 1 വന്നാൽ 1 വരണം, അതായത് ഫസ്റ്റ് ടേം. A of 3 വന്നാൽ 1 വരണം, A of 5 വന്നാൽ 1 വരണം, എക്സെട്ര. രണ്ടാമത്തെ ആളോ -1 ആണ് എപ്പോ? n even ആവുമ്പോൾ. So this is another example of a sequence. Next we will move on to the definition of limit of a sequence. ഒരു സീക്വൻസിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ആ സീക്വൻസിന്റെ n ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ സീക്വൻസ് എവിടേക്ക് ടെൻഡ് ചെയ്യണോ അതിനെയാണ് നമ്മൾ അതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു സീക്വൻസ്. So as n tending to infinity, suppose an tends to some number L, we say that L is the limit of the sequence. Formally speaking, the sequence A1 etc. an approaches the number L as a limit if an gets close to and remains arbitrarily close to L as n becomes large. And we write this as limit n tending to infinity an equal to L. നമ്മൾ സാധാരണ ലിമിറ്റ് എഴുതുന്ന പോലെ തന്നെ ലിമിറ്റ് n tending to infinity an equal to L. And we have studied the epsilon delta definition for limit. From there, for every epsilon greater than 0, there is a natural number n such that mod an minus L is less than epsilon for all n greater than or equal to n. ഇതിന്റെ അർത്ഥം എന്താണ്? ഏത് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്ന നമ്പർ തന്നാലും we can find a natural number n such that n greater than or equal to n എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഇത് A1 ഫസ്റ്റ് ടേം, ഇത് A2 സെക്കൻഡ് ടേം, എക്സെട്ര n എന്ന് പറഞ്ഞ ഒരു നമ്പർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, n ക്യാപിറ്റൽ N. ഇതിന് ശേഷം വരുന്ന ആൾക്കാർ, അതായത് an+1 an+2 എക്സെട്ര, ഇവരെ മാത്രമേ നമുക്ക് എടുക്കേണ്ടുള്ളൂ. നമ്മൾ ഏത് an മൈനസ് എല്ലുകളെയാണ് എടുക്കുന്നത്? ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n. ഈ ക്യാപിറ്റൽ n ശേഷം വരണ anകളെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞ ആരാണ്? അത് ഇവരാണ്. അപ്പൊ സീക്വൻസിന്റെ ആദ്യത്തെ ഇത്രയും പാർട്ടിന് പ്രത്യേകിച്ചൊരു ഇമ്പോർട്ടൻസും ഇല്ല. ആർക്ക് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ? an ശേഷം വരുന്ന ആൾക്കാർക്ക്. അവരും ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എപ്സിലോണിനേക്കാൾ ചെറുതായിരിക്കണം. ഫോർ എക്സാമ്പിൾ എപ്സിലോൺ ഇപ്പൊ നമുക്ക് 0.00001 എന്ന് പറഞ്ഞ നമ്പർ തരികയാണെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താണ്? മോഡ് an മൈനസ് എൽ ഈസ് ലെസ് ദാൻ 0.00001. അതായത് an ഉം l ഉം
അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ്. അതായത് an l ടെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് അതിന്റെ അർത്ഥം. ശരിയല്ലേ? അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം, ഒരു n കണ്ടുപിടിക്കാൻ പറ്റണം. ചിലപ്പോൾ നമുക്ക് ഈ n 100 ആയിട്ടായിരിക്കും കിട്ടുക. അതായത് 100th ടേമിന് ശേഷമുള്ള ആൾക്കാർ A101, A102 ഇവരൊക്കെ എന്തായിരിക്കും? നമ്മളുടെ എല്ലിനോട് അടുത്ത് കിടക്കുന്ന ആളായിരിക്കും. എൽ എന്ന് പറയുന്ന നമ്പറിനോട് അടുത്ത് കിടക്കുന്ന ആളായിരിക്കും. ചിലപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ക്യാപിറ്റൽ N കിട്ടുക ചിലപ്പോൾ 10 ആയിരിക്കും. അതായത് A10, A11, A12 ഈ ആൾക്കാരൊക്കെ എന്തിനോട് അടുത്ത് കിടക്കണമായിരിക്കും? നമ്മുടെ ലിമിറ്റിനോട് അടുത്ത് കിടക്കണമായിരിക്കും. സോ ഇറ്റ് ഡിപ്പെൻഡ്സ്, ലിമിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി സീക്വൻസ്. ഇതിനെപ്പറ്റി കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണില്ല, കാരണം ഓൾറെഡി നിങ്ങൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ സീക്വൻസിന്റെ കേസ് അല്ല, ഫംഗ്ഷൻസിന്റെ കേസിൽ ലിമിറ്റ് പഠിച്ചിരിക്കുന്നതാണ്. അപ്പൊ അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും വരുന്നുള്ളൂ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, നമുക്ക് ഈ ഡെഫിനിഷൻ വെച്ചിട്ട് സീക്വൻസ് 1/n ന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാം. വി വിൽ ഫൈൻഡ് ദ ലിമിറ്റ് ഓഫ് ദ സീക്വൻസ് 1/n. ഇത് ഏത് നമ്പറിലേക്കാണ് കൺവേർജ് ചെയ്യാന്ന് കണ്ടുപിടിക്കാം. ഓർ വി ഹാവ് എ പ്രോബ്ലം ലൈക്ക് ദിസ്. പ്രൂവ് ദാറ്റ് ലിമിറ്റ് n tending to infinity an or an I am replacing it by 1/n equal to 0. അതായത് ഈ സീക്വൻസിന്റെ ലിമിറ്റ് 0 ആണെന്ന് പ്രൂവ് ചെയ്യണം ബൈ ദിസ് ഡെഫിനിഷൻ. അപ്പൊ നമുക്ക് ആദ്യം ആ സീക്വൻസ് ഒന്ന് എഴുതി നോക്കാം. സീക്വൻസ് 1/n എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ടേം എന്തായിരിക്കും? ഇവിടെ a of n ആണ് 1/n. സോ ഫസ്റ്റ് ടേം എന്തായിരിക്കും? a of 1, that is 1/1, that will give you 1. സോ ഫസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ് is 1. ശരിയല്ലേ? അടുത്ത ആള് a of 2 ആണ്, that is 1/2. so next term is 1/2. similarly next term will be 1/3, 1/4 etc. 1/100 എന്ന് പറയുന്ന ടേം ഉണ്ടാവും. കുറെ കഴിഞ്ഞിട്ട് വെച്ചാൽ 1/1000 എന്ന് പറയുന്ന ടേം ഉണ്ടാവും എക്സെട്ര. കുറെ കഴിഞ്ഞാൽ 1/, അല്ലേ, 1 കഴിഞ്ഞ് നമ്പർ ഓഫ് സീറോസിന്റെ എണ്ണം കൂടുന്ന രീതിയിൽ എക്സെട്ര ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ലിമിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ലിമിറ്റ് 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ നമ്പേഴ്സ് എല്ലാം കുറച്ച് കഴിഞ്ഞാൽ എവിടേക്ക് പോകുന്നതാണ് കാണിക്കേണ്ടത്? 0ന്റെ അടുത്തേക്ക് കൺവേർജ് ചെയ്യുന്നതാണ് കാണിക്കേണ്ടത്. ഇതിന് നമുക്ക് ജസ്റ്റ് റിയൽ ലൈനിലൊന്ന് വരച്ചു നോക്കാം. ഓക്കെ, ഐ എം ടേക്കിംഗ് ദിസ് ആസ് 0 ആൻഡ് ദിസ് ഈസ് 1. സോ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം ഏതാണ്? സീക്വൻസിന്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണ്, അത് ഇവിടെ വരും. അടുത്ത ടേം എവിടെ വരുന്നത്? 1/2 ആണ്, അത് കറക്റ്റ് മിഡ് പോയിന്റിൽ വന്നു. അടുത്ത ടേം 1/3 ആണ്, അത് 1/2 ചെറുതാണ്. അടുത്തത് 1/4 ആണ്, അത് ഇവിടെ വന്നു. അടുത്തത് 1/5 ആണ് എക്സെട്ര. കുറച്ച് കഴിഞ്ഞാൽ ഇത് 1/100 ആവും. അപ്പൊ 0നോട് കുറച്ചും കൂടി അടുത്തു. അത് കഴിഞ്ഞാൽ 1/1000 ആവും. 1/1000 എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം 0.0001 അല്ലെ. കുറച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെയും 0നോക്കെ അടുത്ത് വരും. സോ ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്, an converges to l or it tends to arbitrary close to l. എല്ലിനോട് ക്ലോസ് ആൻഡ് ക്ലോസ് ആയി പോകുമ്പോഴാണ് നമ്മൾ അതിന്റെ ലിമിറ്റ് എന്തെന്ന് പറയണത്? l എന്ന് പറയണത്. അപ്പൊ ഈ കേസിൽ നമുക്ക് നോക്കി അറിയാം സീക്വൻസിന്റെ ടേംസ് 1 ആയിരുന്നു, 1/2 ആയിരുന്നു, 1/3 ആയിരുന്നു, 1/1000 ആയി എക്സെട്ര. ഇറ്റ് ഈസ് ഗെറ്റിംഗ് ക്ലോസർ ടു 0. അപ്പൊ നമുക്ക് ഇവിടെ ഫംഗ്ഷൻസിന്റെ പോലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഉള്ള കൺസെപ്റ്റ് ഒന്നും ഇവിടെ ഇല്ല. ജസ്റ്റ് സീക്വൻസ് എന്ന് പറയുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് നിന്നാണ് ഇപ്പൊ ഈ കേസിൽ വരുന്നത്. ചിലപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നായിരിക്കും വരിക. ഇവിടെ നമ്മൾ എന്ത് മാത്രം നോക്കിയാൽ മതി? സീക്വൻസിന്റെ ബിഹേവിയർ നോക്കിയാൽ മതി. വേണമെങ്കിൽ നമ്മൾ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയാൽ മതി. കുറെ സ്റ്റെപ്പ് കഴിയുമ്പോൾ ഇത് 0നോട് ക്ലോസർ ആയിട്ട് വരുന്നത് കാണാം. അപ്പൊ ഇതിന് നമുക്ക് ഫോർമൽ ഡെഫിനിഷൻ പ്രകാരം ഒന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി എന്ത് ചെയ്യാം? യു ചൂസ് എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, എന്തായാലും നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? വി നീഡ് ടു ഷോ ദാറ്റ്
limit n tending to infinity an, that is an is what, 1 by n is equal to 0. So ഇവിടെ നമ്മുടെ an എന്ന് പറയുന്നത് 1 by n ആണ്, ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. സോ ടേക്ക് ആൻ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. നമുക്ക് എന്താ വേണ്ടത്? മോഡ് an മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം. അങ്ങനത്തെ anകളെ കണ്ടുപിടിക്കണം. അതായത് ആ സീക്വൻസിൽ നേരത്തെ പറഞ്ഞ പോലെ a1 എക്സെട്ര a100 എക്സെട്ര എന്ന് പറയുന്ന ടേംസ് ഉണ്ടായിരിക്കണം. ഏതോ ഒരു n ഉണ്ട്, ഐ എം ടേക്കിംഗ് ഇറ്റ് ആസ് a100. അതിനുശേഷം വരുന്ന ആൾക്കാരും എല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്സിലോണിനെക്കാട്ടിലും ചെറുതാണ്. അതായത് an എല്ലാം എല്ലിനോട്, എൽ എന്ന് പറഞ്ഞൊരു ഫിക്സഡ് നമ്പർ ആണ് അല്ലെ, എൽ എന്ന് പറയുന്നത് 0 ആണ്. സീക്വൻസിലെ ടേം ആണ് വ്യത്യാസം വരുന്നത്. അപ്പൊ ഇവിടെ ഏത് n എടുക്കണം എന്ന് നമുക്ക് അറിയില്ല. അങ്ങനെ ഒരു n കിട്ടുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ദർ എക്സിസ്റ്റ് ആൻ n ഇഫ് ദർ എക്സിസ്റ്റ് ആൻ നാച്ചുറൽ നമ്പർ n സച്ച് ദാറ്റ് mod an മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n. ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ലിമിറ്റ് ഈസ് എൽ എന്ന് പറയാൻ പറ്റും. ഈ കേസിൽ ലിമിറ്റ് 0 എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതെന്താ നോക്കാം. മോഡ് an മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ എന്താ വരിക നോക്കാം. ദാറ്റ് ഈസ് an is 1 by n minus l is 0 less than epsilon. That is mod 1 by n minus 0 എന്ന് പറയുന്നത് തന്നെയാണ് 1 by n തന്നെയാണ് mod. That is less than epsilon. But 1 by n ന് മോഡുലസിന്റെ ആവശ്യമില്ല, കാരണം n നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് വരുന്നത്. അപ്പൊ അതിന്റെ വാല്യൂ നെഗറ്റീവ് ആവണില്ല, 1 by n വാല്യൂ നെഗറ്റീവ് ആവണില്ല. So this is 1 by n itself. So 1 by n less than epsilon. This will give you n greater than 1 by epsilon. So n 1 by epsilon-നേക്കാൾ വലുതാകുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെയായിരുന്നു വേണ്ടത്. n സ്മോൾ n ക്യാപിറ്റൽ n-നേക്കാൾ വലുതാവുമ്പോഴാണ് ഇത് സംഭവിക്കേണ്ടത്. ഇത് തിരിച്ചും ശരിയല്ലേ, ഇങ്ങോട്ടും ശരിയല്ലേ? അപ്പൊ n ഇതിനെ ഞാൻ ക്യാപിറ്റൽ n എന്ന് വിളിക്കുകയാണ്. സ്മോൾ n ക്യാപിറ്റൽ n-നേക്കാൾ വലുതാവുമ്പോൾ എന്ത് കിട്ടും നിങ്ങൾക്ക്? 1 by n മൈനസ് 0 ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടും. ദാറ്റ് ഇസ് മോഡ് an മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടിക്കോളും. സോ ബൈ ടേക്കിംഗ് n ഗ്രേറ്റർ ദാൻ 1 by എപ്സിലോൺ, ശരിയല്ലേ? n 1 by എപ്സിലോണിനേക്കാൾ വലുതാവുമ്പോൾ ഗ്രേറ്റർ ദാൻ 1 by എപ്സിലോൺ നമുക്ക് എന്ത് കിട്ടും? an മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടും. ഇനി അത് ചിലവർക്ക് സംശയം ഉണ്ടാവും, ഇതെങ്ങനെ ഇങ്ങനെ തിരിച്ചു കിട്ടുമെന്ന്. അതിൽ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തിരിച്ചുള്ള പ്രോസസ്സും ഇതേപോലെ തന്നെയാണ് വരുന്നത്. ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. എന്നാലും സംശയമായിട്ടുള്ളവർക്ക് വേണ്ടി പറയാണ്, n ഗ്രേറ്റർ ദാൻ 1 by എപ്സിലോൺ ആണെങ്കിൽ എന്താ സംഭവിക്കുക? n ഗ്രേറ്റർ ദാൻ 1 by എപ്സിലോൺ ആണെങ്കിൽ 1 by n ലെസ് ദാൻ എപ്സിലോൺ ആണ്. 1 by n ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ മോഡ് 1 by n എന്താണ്? ലെസ് ദാൻ എപ്സിലോൺ ആണ്. അങ്ങനെയാണെങ്കിൽ മോഡ് 1 by n മൈനസ് 0 എന്താണ്? ലെസ് ദാൻ എപ്സിലോൺ ആണ്. ഇത് തന്നെയാണ് എന്ത്? mod an minus l less than epsilon. So we have got an n, capital N, as 1 by epsilon such that for all n greater than or equal to that n, mod an minus l is less than epsilon. That is the definition of limit. അപ്പോൾ 1 by n ന്റെ ലിമിറ്റ് എന്താന്ന് പറയാം? 0 എന്ന് പറയാം. ഇനി അടുത്ത ക്ലാസ്സിൽ കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം.